പ്രതീക്ഷകളാണ് അവിടെ പറഞ്ഞുകൊണ്ടുവന്ന സംഭവം. കുറേ നാളൊക്കെ മുമ്പ് എല്ലാ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിൽ വിഷുക്കാലത്തെ ആ വലിയൊരു ഫീച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിഷുക്കാലത്ത് ജീവദാസൻ അപ്പൂപ്പൻ്റെ അടവുകൾ പിഴയ്ക്കുന്നില്ല, 103-ാമത്തെ വയസ്സിലും ജീവദാസൻ അപ്പൂപ്പൻ്റെ അടവുകൾ ഇപ്പോഴും ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ട് 103-ാമത്തെ വയസ്സിലെ വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടാണ്. പക്ഷേ ഇപ്പോഴും ആ ഷെഡിന് ഒരു മോചനമില്ല. ഇപ്പോൾ മഴക്കാലമാണ്, ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴും ജീവദാസൻ അപ്പൂപ്പൻ ഈ ഷെഡിൽ തന്നെയാണ് കിടക്കുന്നത്. അല്ലേ പൂപ്പ? അല്ലേ? അതെ, ഷെഡിലാണ്, ഒരു മാറ്റമില്ല. പിന്നെ 103 വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കേട്ട സുഹൃത്തുക്കളുടെ ഒരു സഹായത്തിൽ നമ്മളാണ് ആദ്യം ഇവിടെ വീഡിയോ ആയിട്ട് വരുന്നത്, ട്രോളായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്, എല്ലാ ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക വാർത്താ ചാനലുകാരും വന്ന് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് 103-ാമത്തെ വയസ്സിൽ അപ്പൂപ്പന് പെൻഷൻ ലഭിച്ചു. അങ്ങനെ ഈ മാധ്യമ സോഷ്യൽ മീഡിയ വാർത്താ ചാനലുകൊണ്ട് അങ്ങനെ പിന്നെ വലിയൊരു കാര്യം അപ്പൂപ്പനുണ്ടായി. 4 ട്രിപ്പ് തന്നിട്ടുണ്ട്. ഉണ്ട്. അതും എത്രാമത്തെ വയസ്സിലാണ്? 103-ാമത്തെ വയസ്സിലാണ് കിട്ടി തുടങ്ങിയത്. പിന്നെ ഫസ്റ്റ് പെൻഷൻ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് 103-ാമത്തെ വയസ്സിൽ വാർദ്ധക്യകാല പെൻഷൻ നേടുന്നത് നമ്മുടെ കളരിയാശാന ജീവദാസൻ. ഫസ്റ്റ് പെൻഷനാണ് അത്. 103 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടി വന്ന് ആ പെൻഷൻ ഒന്ന് മേടിക്കാൻ. അപ്പൊ വിട്ടുകൊടുക്കുമോ? അല്ലേ അമ്മ? കുറേ കാലം മേടിക്കും, അടിച്ചു കയറി വാലി. അതാണ്. പിന്നെ കുറേ കാലം ഒരു 6 മാസം മുമ്പ് ഞാൻ അപ്പം പിന്നെ ഇവിടെ പുത്തൂർ ജംഗ്ഷനിൽ വെച്ച് കണ്ടായിരുന്നു. ഞാൻ ബസ് കയറാൻ വേണ്ടി അപ്പം ബസ്സിനൊക്കെ പോകാം. അപ്പം എൻ്റെ മുഖത്ത് പട്ടി കടിച്ച് പറിച്ച് ഇവിടെ കിടന്ന പതിയോ? അത് ശരിയാ, ഓർമ്മയുണ്ടോ? അവിടെ കിടന്ന പട്ടി വന്ന് ഞാൻ മുണ്ട് മൂടിയിട്ടുണ്ട് കിടന്ന്. ഇതിന് വന്നപ്പോൾ എവിടെ കടിക്കണ്ടെന്ന് അറിയാൻ വയ്യ, മുണ്ട് മൂടിയിരിക്കല്ലേ. അപ്പം ഞാൻ സാധാരണ പട്ടി വന്നത് അറിഞ്ഞോണ്ടല്ല, ഞാൻ മുണ്ട് ഇങ്ങോട്ടൊന്ന് ഇളക്കിയപ്പോൾ ഒറ്റ കടി അടിക്കും. അതിൻ്റെ കൂടെ ഒരു കടിയുണ്ട്, 2 കടി അടിക്കും. ഞാൻ ആ സംഭവം കണ്ടാണ്. പാവം അപ്പൂപ്പൻ്റെ മുഖത്ത് പട്ടി അടിക്കാണ്ട് ഈ ഷെഡിൽ കിടക്കുന്നത് കൊണ്ടാണ്. പിന്നെ അപ്പൂപ്പനെ നമ്മൾ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സഹായം, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഈ ഷെഡിൽ നിന്നും മാറ്റി അപ്പൂപ്പന് അപ്പൂപ്പൻ്റെ പിന്നെ ഓരോ മനുഷ്യൻ്റെ ഓരോ ആഗ്രഹങ്ങളാണ്. ഈ 103-ാമത്തെ വയസ്സിലുള്ള അപ്പൂപ്പനെ ഇത് മാറ്റാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളാരെയും കുറ്റം പറയുന്നില്ല. ചിലപ്പോൾ ചിലപ്പോൾ അപ്പൂപ്പന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയുന്നത് അപ്പൂപ്പൻ്റെ താല്പര്യം ആഗ്രഹം എന്താ? 103 വയസ്സായി. ഇനിയിപ്പോൾ ഈ അപ്പൂപ്പൻ്റെ ആഗ്രഹത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പൂപ്പൻ്റെ ആഗ്രഹം എന്തുവാ? ആഗ്രഹം നമുക്ക് ജീവിച്ചു പോകണം, നല്ല ഐറ്റങ്ങളിൽ കൂടെ ജീവിച്ചു പോകണം. എങ്ങനെങ്കിലും ജീവിച്ചാൽ. ഈ ഷെഡിനെ കുറിച്ച് അപ്പൂപ്പൻ ഞാൻ പറയുന്നില്ല, അപ്പൂപ്പൻ തന്നെ പറഞ്ഞു. ഈ ഷെഡിനെ കുറിച്ച് എന്തോ അപ്പൂപ്പൻ്റെ കിടക്കുന്ന ഷെഡിലല്ലേ ഇവിടെ എങ്ങനെ? ഇത് മറ്റൊരാളുടെ സ്ഥലമാണ്, എൻ്റെ സ്വന്തം സ്ഥലമല്ല. അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം ഇല്ലയോ? ഇല്ല, ഉണ്ടായിരുന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞ്. ഇവിടെ 1 ഏക്കർ 8 സെൻറ്റ്, അക്കരെ അമ്മയുടെ 20 സെൻറ്റ്, 1 ഏക്കർ 28 സെൻറ്റ് സ്ഥലം. ഇത് ഇത്രയും ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അവരുടെ കൈവശമായിരിക്കുക, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അത്രയും വസ്തു എനിക്കുള്ള സ്ഥിതിക്ക് അതിൽ ആ വസ്തു എനിക്ക് തിരിച്ചു കിട്ടണം. നമ്മുടെ അപ്പൂപ്പൻ്റെ കാര്യം നമ്മളെക്കാട്ടില്ല. നമ്മുടെ അപ്പൂപ്പൻ്റെ അവസ്ഥ ഇപ്പോൾ ഷെഡിലാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അപ്പൂപ്പൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് കൊടുക്കുമല്ലേ പോവാ? അതെ. രണ്ട് കിണറുണ്ടായിരുന്നു, 2 മണ്ണിട്ട് മൂടിയിരിക്കുക അവർ. അത് വെള്ളം കുടിക്കാനുള്ള കിണർ മണ്ണിട്ട് മൂടിയ വെള്ളം കുടിക്കാൻ നോക്കും. അപ്പൂപ്പ നമ്മൾ കണ്ട ഇപ്പം അപ്പൂപ്പനെ ഇപ്പം വേണ്ടെന്ന് വെച്ചാൽ അപ്പൂപ്പൻ ഇതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ഇല്ലയോ? അതിനു വേണ്ടി അപ്പൂപ്പനെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 103 വയസ്സുള്ള അപ്പൂപ്പൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടറിഞ്ഞ് അപ്പൂപ്പൻ ഈ ഷെഡിൽ നിന്ന് മാറാൻ താല്പര്യം ഉണ്ടെന്നുണ്ട്. ഒരു തൽക്കാലത്തിന്റെ കുറച്ച് പലകയെങ്കിലും അടിച്ചൊന്ന് സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥലത്തിൻ്റെ അവകാശികൾ വന്ന് മാറാൻ പറഞ്ഞാൽ ഞാൻ മാറാതെ കിടക്കുക. അവരിങ്ങനെ സമാധാനപ്പെട്ടിരിക്കുക. കട്ടായമായിട്ട് മാറണ്ടായിട്ട് വന്നാൽ എൻ്റെ സ്ഥലം എനിക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൂപ്പന് പിന്നെ 103 വയസ്സിൽ സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ. എന്ന് ഈ ഷെഡ് വേണ്ട, വേറെ ഒന്നുമില്ല സംഭവം ഉണ്ട്. ഇതിനകത്ത് മഴത്തൊക്കെ കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവിടുന്നല്ല വേറെ കാര്യമുണ്ട് കേട്ടോ. അപ്പൂപ്പനെ എവിടെങ്ങാണ്ട് പിന്നെ ആശ്രയ കേന്ദ്രത്തിൽ കൊണ്ട് ആക്കിയായിരുന്നല്ലോ. ചാടിപ്പോരുന്നല്ല. പിന്നെ അവരോട് ചോദിച്ചുണ്ട്. ഞാൻ 4 വർഷം വരെ പട്ടിണി കിടന്നു. 3 വർഷം. ഇതിനകത്ത് വേറെ ഈ അപ്പൂപ്പൻ പട്ടിണി കിടന്നെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം പറയാം. അപ്പൂപ്പൻ്റെതായ ചില ആഹാര ചിട്ടകളുണ്ട്. ആഹാരത്തിൻ്റെ മാറ്റം കൊണ്ടാണ്. അവിടെ ആഹാരം ഇഷ്ടംപോലുണ്ട്, പക്ഷെ അത് ഞാൻ കഴിക്കത്തില്ല. ഞാൻ കഴിക്കുന്ന ആഹാരം അവിടെ അവർക്ക് തരാനും ഒക്കത്തില്ല. അല്ല അപ്പൂപ്പൻ പയർവർഗ്ഗങ്ങൾ കുറേ അപ്പൂപ്പൻ്റെതായ കുറച്ച് സംഭവങ്ങളുണ്ടല്ലേ. എത്ര വർഷമായി? 63 വർഷമായിട്ട് അരിഹാരം കഴിച്ചിട്ട് 63 വർഷമായി. അന്നേരം
അങ്ങനെയുള്ള ഒരു അതിൻ്റെ സാഹചര്യത്തിലാണ് അപ്പൂപ്പൻ അതിൻ്റെ ആ അറ്റത്തിൽ കൂടെ ഉള്ള ആഹാരം കിട്ടിയില്ല ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ 3 ദിവസം കിടന്ന് 4 മണിയായപ്പോൾ ഞാൻ അതിൻ്റെ നടത്തുന്ന ആളിനെ വിളിക്കുക. ഒരു സ്ത്രീയായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും നാളായി, നിങ്ങളുടെ ആഹാരം കഴിച്ചിട്ടില്ല, 4 ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട്, 2 ദിവസം കടുങ്കാപ്പി ഇട്ടുകൊണ്ട് തന്നു, ഇത്രയും വകയെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു പോയാൽ എൻ്റെ കാര്യം ഒരു ശാശ്വതമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേക്കണമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായങ്ങൾ അവരും ആശ്രയം അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അപ്പൂപ്പന് വേണ്ടി ചെയ്തു. പക്ഷേ അപ്പൂപ്പൻ്റെതായ കുറച്ച് ചിട്ടകളുണ്ട്. പിന്നെ എൻ്റെ 5000 രൂപ പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും വന്ന്, നമുക്കറിയാം ആദ്യം തൊട്ട് തുടക്കത്തിലെ വീഡിയോ ഇട്ട ചാനൽ തൊട്ട് ഇപ്പം വരുന്നുള്ള ചാനലുകാരെല്ലാവരും അപ്പൂപ്പന് ഓരോരോ സഹായങ്ങൾ ചെയ്ത് ചാനലിൻ്റെ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയ ഭാഗത്തുനിന്ന് ആൾക്കാർ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞായിരുന്നു ഇവിടെ അപ്പൂപ്പന് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നെന്ന്. അന്നേരം അതൊക്കെ വലിയൊരു പിന്നെ അപ്പൂപ്പന് വലിയൊരു ഭാഗ്യമാണത് അല്ലേ? അതെ. അന്നേരം ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ചെയ്തു തരും അപ്പൂപ്പ. എങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തു തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരിച്ച് തന്നെ വസ്തു മേടിച്ച് ബാക്കിയുള്ള സഹായം ചെയ്താൽ പോകുന്നത് വരെ ഇച്ചിരി മാന്യമായിട്ട് ഇവിടെ കിടക്കാൻ നോക്കും. മഴ എല്ലാം നനയാതെ കിടക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കും. വസ്തു തരികയാണെങ്കിൽ എൻ്റെ സ്ഥലം എനിക്ക് കിട്ടണം. അന്നേരം നമ്മുടെ 103 വയസ്സുള്ള ജീവദാസൻ അപ്പൂപ്പൻ്റെ കുറച്ച് ആയോധന കലകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ കണ്ട്. അന്നേരം നമുക്ക് ഒരു നല്ലൊരു പഞ്ചോടുകൂടി നമുക്ക് താൽക്കാലികമായിട്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ഒരു പഞ്ച് കൊടുക്കുക. അങ്ങോട്ട് പ്രേക്ഷകർക്ക് നല്ലൊരു പഞ്ച് കൊടുക്കുക. ഒറ്റ ഇടിയും കൊടുക്കുക. സ്നേഹത്തിൻ്റെ ഇടി കൊടുത്തോ. അങ്ങനെ വെറുതെ ഒരു മനുഷ്യൻ ചുമ്മാ കൊടുക്ക്. കൊടുത്താ പൂപ്പാ ഒരു കൊടുത്തോ. അടിയെ അടിയോടിടി കലക്കി.